എല്ലാവർക്കും ഷാലോം ടിവിയിലെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ സ്കൂൾ സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂൾ അങ്കമാലി. ഞാൻ റിയ, ഇവിടെ ക്ലാസ് 12ൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇനി അതിൻ്റെ തുടർ വിശേഷം ഈ എപ്പിസോഡിൽ കാണാം. എന്നാ പോവാം. ഈ സ്കൂളിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം കല, കായിക, സാംസ്കാരിക രംഗങ്ങളിൽ അതുപോലെ തന്നെ തങ്ങളുടെ കഴിവുകളെ തൊട്ടറിഞ്ഞ് വികസിപ്പിക്കുവാനായിട്ട് ചിത്രരചന, നീന്തൽ, യോഗ, സംഗീതം, സ്കേറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നുള്ളതും കൂടിയാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ECAയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പം അതിൽ ഒത്തിരി സ്റ്റുഡൻസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് പൂവുകൾ, ഒത്തിരി മോഡൽസുകൾ നിർമ്മിക്കാറുണ്ട്. നമുക്കതിനൊരു ട്രെയിനി ആയിട്ടൊരു ടീച്ചറുണ്ട്. പിന്നെ ഇവരുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കുവാനായിട്ട് ചിലപ്പം അസംബ്ലികളിൽ അവർക്കത് ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് വളരെ അവരിലുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കുവാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുവാനും വളർത്തിയെടുക്കുവാനുമായിട്ടുള്ള വളരെ നല്ലൊരു ഫോറമാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ക്ലാസ്. അതുപോലെ തന്നെ ചെസ്സ്, അറിയില്ല, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ് ചെസ്സ് എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി സ്റ്റുഡൻസ് അതിൽ ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് സ്കൂളിൻ്റെ ആനുവൽ കോമ്പറ്റീഷൻസിൻ്റെ ഭാഗമാണ് ചെസ് കോമ്പറ്റീഷൻസും. അപ്പം ഒത്തിരി സ്റ്റുഡൻസ് ചെസ്സ് പരിശീലിക്കുന്നുണ്ട്. ഇനി ചെസ്സ് കളിക്കാൻ അറിയാത്തവരെ പഠിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പം ഒത്തിരി സ്റ്റുഡൻസ് അതിലും വളരെ ബെനിഫിറ്റഡ് ആണ്. എൻ്റെ പേര് ഏലിയാസ്. ഞാനിവിടുത്തെ ചിത്രകല അധ്യാപകനാണ്. കുട്ടികളിൽ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിന് ചിത്രകലയ്ക്ക് അതിയായ പങ്കുണ്ട്. ഒപ്പം അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടികളിൽ കൂടുതലായി അവർ ഉന്നത പഠന നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പഠനത്തിൽ മാത്രമല്ല കലാപരമായ എല്ലാ കാര്യങ്ങളും ഉന്നത നിലവാരം പുലർത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. മഴയിലും വെയിലിലും കരിഞ്ഞയായ കടലിലും ഇടറും എൻ്റെ ജീവിതത്തിലും
ശാന്തിയായി, സ്നേഹമായി, സാന്ത്വനമായി നമ്മെ കാത്തുപരിപാലിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും മിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. ചുമടിതിൻ ചുമലിലും കണ്ടു, മുറിവിതിൻ അറിവിലും കണ്ടു, മുൾമുടിച്ചോരയിൽ ഞാൻ കരഞ്ഞു, എൻ പാപത്തിൻ ഭാരം നീ പേരി നിന്നു. ഈ വാനത്തിലും മരുതീരത്തിലും ഇളം കാറ്റിലും പൂങ്കുയിൽ ഗാനത്തിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. പഠന മേഖലകളിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും സെയിന്റ് സേവിയേഴ്സ് ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുന്നു. സെയിന്റ് സേവിയേഴ്സിലെ കുരുന്നുബാല്യങ്ങൾ പെരിയാറിന്റെ ഓളങ്ങൾക്ക് വെല്ലുവിളിയുയർത്തി നീന്തിക്കയറിയത് സ്കൂളിന് അഭിമാനമായി. ശരീരത്തിനും ഹൃദയത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന കായിക വിനോദമാണ് നീന്തൽ. അത് മാനസിക ശക്തിയെ കൂട്ടാൻ ഒത്തിരി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ നോക്കിയാൽ നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ഒത്തിരി കുട്ടികൾ മുങ്ങി മരിക്കുന്ന സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ
കുട്ടികൾക്ക് നീന്തുവാനും അത് പഠിക്കുവാനും നല്ലൊരു പൂളും അത് പഠിപ്പിക്കുവാൻ നല്ലൊരു ഇൻസ്ട്രക്ടറും നമുക്കിവിടെയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫിസിക്സ് ലാബിൻ്റെ മുൻപിലാണ്. ഇവിടെ ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്സ് ലാബിൻ്റെ വിശേഷങ്ങൾ കണ്ടറിയാം. എൻ്റെ പേര് മനു. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. സയൻസ് എന്ന വിഷയം ഏറ്റവും നന്നായി പഠിക്കാൻ നല്ല സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ സയൻസ് ലബോറട്ടറിയാണ്. ഒരു സുസജ്ജമായ ലാബിൽ അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് വഴി ആ വിഷയത്തെ ഏറ്റവും കൂടുതൽ അറിയാനും അത് ഏറ്റവും ആവേശത്തോടു കൂടി പഠിക്കാനും അതിലുപരി അവരുടെ എക്സാമിന് നല്ല സ്കോർ വാങ്ങാനും അവരെ സഹായിക്കുന്നു. ഈ ഫിസിക്സ് ലാബിൽ ഇവർ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് വഴി അവർ പുസ്തകത്തിൽ പഠിച്ച അറിവുകൾ നേരിട്ട് ചെയ്തു പഠിക്കാനുള്ള അവസരം അവർക്ക് കിട്ടുകയാണ്. അതോടുകൂടി അവർക്ക് ആ വിഷയത്തിൽ ഒരു നല്ല പരിജ്ഞാനം ഉണ്ടാവുകയും അതിനെ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധനാ സ്തുതിപ്പുകളാൽ മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ട് സെന്റ് സേവിയേഴ്സിലെ കൂട്ടുകാർ.
ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ കെമിസ്ട്രി ലാബിൻ്റെ മുൻപിലാണ്. ഇവിടെ ഞങ്ങൾ തിയറീസ് പ്രാക്ടിക്കലായി ചെയ്ത് നോക്കുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള റിയാക്ഷൻസും ഇക്വേഷൻസും സിമ്പിളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കെമിക്കൽസ് ഉപയോഗിച്ച് വിഷ്വലി ഞങ്ങൾ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കെമിസ്ട്രി ലാബ് കാണാം. എൻ്റെ പേര് നവ്യ ജോർജ്. ഞാൻ ഇവിടുത്തെ സെൻറ്റ് സേവിയസ് സ്കൂളിലെ കെമിസ്ട്രി ടീച്ചറാണ്. ഞാൻ തന്നെയാണ് ഈ ലാബിൻ്റെ ഇൻചാർജ്. ഇവിടെ കുട്ടികൾക്ക് അവർ ക്ലാസ്സിൽ പഠിക്കുന്ന റിയാക്ഷൻസ് എല്ലാം ചെയ്ത് നോക്കാനുള്ള അവസരം ഈ ലാബിലുണ്ട്. കുട്ടികൾക്ക് കുറച്ചുകൂടി ക്ലാസ്സിലിരുന്ന് കെമിസ്ട്രി പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടം ലാബിൽ വന്നിട്ട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായിട്ടാണ്. ലാബിൽ അവർ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കൂടി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അവർക്ക് ഭാവിയിൽ റിസർച്ച് ഫീൽഡിലേക്കോ എന്തെങ്കിലും പ്രൊജക്റ്റൊക്കെ ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടി നമ്മൾ ഈ ലാബിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലായാലും കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലാബിൽ വന്നിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിക്കാനായിട്ടാണ്. സോ അതിനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങളിവിടെ ഈ കെമിസ്ട്രി ലാബിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സുറിയാനി അനുഷ്ഠാന കലാരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സംഘനൃത്ത കലാരൂപമാണ് മാർഗംകളി. കേരളം സന്ദർശിച്ച തോമാസ് ലീഹായുടെ ചരിത്രമാണ് ഇതിലെ ഇതിവൃത്തം. പരമ്പരാഗത വേഷമായ വെള്ളമുണ്ടും ചട്ടയും അണിഞ്ഞ് കത്തിച്ചു വെച്ച തിരുവിളക്കിന് ചുറ്റും ഒട്ടും തനിമ നഷ്ടപ്പെടാതെ ദൃശ്യമികവോടെ വേദിയിൽ നമ്മുടെ കൂട്ടുകാർ. Indee
വിഷമിടം കയ്യിലായവനൊരുവൻ വിധിയുടെ അരചന്തിരു മുൻപാകെ വിധി പോലെ പാതാകൃത്തത്താതിമൃതത്തെ മണഗുണമുടയവനരുളാൽ വാനവർ മഹിമയുടെത്തിയാൻ നഞ്ഞുടനെ ഇത് തെറ്റിത്തായി മർദ്ദലമെറികിടും അതിനൊരു തേരതിൽ മംഗളമായവർ പുകീച്ച ഇത് തെറ്റിത്തെ കൈക്കൊണ്ടവനൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്ക് ഇത് തെറ്റിത്തെ കരുണയൊടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സിതു പരിച ഇത് തെറ്റിത്തെ നമ്മുടെ പലവക കിന്നര മഴകൾ നന്ദൊടിയും പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ നന്മോരും മക പഴമൊഴി നന്നായി മലക്കുക പുലമ്പീതെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ ഉടമ്പിൽ നിന്നു ഇടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇത് തെറ്റിത്തായി ധർമ്മിത മക്കളും മനുദിന മണ്ണ് പിടിക്ക് നടപ്പകരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ മകനേറിയ പെരിയവൻ അരുവിൽ നിർമ്മോട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ തിത്ത തകത തികുതത്താ തികുതക തികുത തികുതത്താങ്കര തിത്തത്താങ്കര നിന്നത്ത ത്രിത്തത്താ തിത്താ തിമിർത്തത്തേ. അർപ്പണബോധവും നേതൃത്വ ഗുണവും കൈമുതലായുള്ള മാനേജർ, പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേറ്റർ, രാജ്യത്തിന് വൈദഗ്ധ്യമുള്ള അച്ചടക്കമുള്ള പ്രബുദ്ധരായ യുവതലമുറയെ സൃഷ്ടിക്കാൻ ഉതകുന്ന വിദഗ്ധരായ അധ്യാപകർ. സ്കൂളിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന PTA, അനധ്യാപകർ തുടങ്ങിയവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം സ്കൂളിന്റെ പുരോഗതിയിലേക്ക് വഴിവെച്ചു. സെൻറ്റ് സേവിയേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ക്ലാസ് റൂംസാണ്, സ്മാർട്ട് ക്ലാസ് എനേബിൾഡ് ക്ലാസ് റൂംസാണ്. അതുപോലെ തന്നെ എല്ലാ ലാബുകൾ, സയൻസ് ലാബുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, സയൻസ് 3 സബ്ജക്റ്റിൻ്റെയും പ്രത്യേകം സെപ്പറേറ്റ് ലാബുകളുണ്ട്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്, ഒത്തിരി പുസ്തകങ്ങളുള്ള. അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, എല്ലാം മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റി, ക്വാളിറ്റിയോട് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് സ്റ്റുഡൻസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് എല്ലാവരും, സ്റ്റുഡൻസും പേരൻസും എല്ലാവരും അതിൽ ഹാപ്പിയാണ്. CMF സഭയുടെ അഭിമാനമായി ഒത്തിരി പ്രഗത്ഭരായ വിദ്യാർത്ഥികൾക്ക് ജന്മം നൽകിയ സെയിന്റ് സേവിയേഴ്സ് ഇനിയും തങ്ങളുടെ ജൈത്രയാത്ര തുടരട്ടെ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ പ്രോഗ്രാമുകളും വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഈ ഒരു എപ്പിസോഡിലൂടെ ഞങ്ങളുടെ സ്കൂളിന്റെ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.